ധനുഷിനേക്കാൾ അർഹൻ മമ്മൂട്ടി, പേരമ്പ് തഴയപ്പെട്ടതിൽ വ്യാപക വിമർശനം. തമിഴ്നാട് സംസ്ഥാന സർക്കാരിന്റെ 2016 മുതൽ 2022 വരെയുള്ള ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ മമ്മൂട്ടിയെ തഴഞ്ഞതായി വ്യാപക വിമർശനം. പേരൻപിലെ പ്രകടനത്തിന് മമ്മൂട്ടിയെയും മകളായി എത്തിയ സാധനയെയും പരിഗണിച്ചില്ലെന്ന് ആരാധകർ അഭിപ്രായപ്പെട്ടു. 2018 മമ്മൂട്ടിയെ നായകനാക്കി റാം സംവിധാനം ചെയ്ത ചിത്രമാണ് പേരൻപ്. രാജ്യാന്തര തലത്തിൽ വളരെ മികച്ച അഭിപ്രായം നേടിയ ചിത്രമായിരുന്നു പേരൻപ്. നിസ്സഹായതകളുള്ള അച്ഛൻ ഭാവങ്ങളുമായി മമ്മൂട്ടി വിസ്മയിപ്പിച്ച ചിത്രമായിരുന്നു പേരൻപ്. അസാധ്യ പ്രകടനം കാഴ്ചവെച്ച മമ്മൂട്ടിയെ തഴഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തമിഴ്നാട് സർക്കാരിന് നേരെ ആരാധകർ പ്രതികരിക്കുന്നത്. 2018 മികച്ച നടനായി തെരഞ്ഞെടുത്തത് ധനുഷിനെയായിരുന്നു. വടചെന്നൈയിലെ പ്രകടനത്തിനായിരുന്നു ധനുഷിന് പുരസ്കാരം. ധനുഷിനേക്കാൾ പുരസ്കാരത്തിന് യോഗ്യൻ മമ്മൂട്ടിയാണെന്നും പേരൻപിൽ മമ്മൂട്ടിയുടെ മകളായി എത്തിയ സാധന മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും പുരസ്കാരത്തിന് പരിഗണിച്ചില്ലെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാധകർ വിമർശിക്കുന്നു. മികച്ച ചിത്രമായിട്ടും പേരൻപിന് ഒരു പുരസ്കാരവും നൽകിയില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. 2016 മുതൽ 2022 വരെയുള്ള വർഷങ്ങളിലെ പുരസ്കാരങ്ങളാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചത്. 5 വർഷത്തെ മികച്ച നടിക്കുള്ള പുരസ്കാരങ്ങൾ മലയാളി താരങ്ങൾ സ്വന്തമാക്കിയപ്പോൾ മറ്റ് പ്രധാന വിഭാഗങ്ങളിലും മലയാളികൾ ഇടം പിടിച്ചു. മികച്ച ഹാസ്യ നടിക്കുള്ള പുരസ്കാരത്തിന് ഉർവശി അർഹയായി. മികച്ച പ്രതിനായകനായി റഹ്മാനും തിരഞ്ഞെടുക്കപ്പെട്ടു. വൈക്കം വിജയലക്ഷ്മി, വർഷ രഞ്ജിത്ത് എന്നിവർ മികച്ച ഗായികമാരായി.